പ്രണയത്തിൻ്റെ കൈപിടിച്ച് നടന്ന വഴിയിൽ ഇനി കാത്തിരിക്കുന്നത് ഉത്തരങ്ങളല്ല, മറിച്ച് എല്ലാം മാറ്റിമറിക്കാൻ ശക്തിയുള്ള രഹസ്യങ്ങളാണ്. ആ രാത്രിയിൽ ഹൃദയം പ്രണയത്തിനും മനസ്സ് സത്യത്തിനുമിടയിൽ കുടുങ്ങി നിന്നു. വെൽക്കം ടു സ്റ്റോറി ചെകുത്താൻ്റെ പ്രണയം എപ്പിസോഡ് 10. ഋഷിയുടെ ശബ്ദം കേട്ടതും ദേവികയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. വാതിലിൽ ചാരി കൈകൾ കെട്ടി നിൽക്കുകയാണ് അവൻ. അവൻ്റെ കണ്ണുകളിൽ പതിവില്ലാത്തൊരാകുലതയും ഭയവും നിഴലിക്കുന്നുണ്ടായിരുന്നു. ആ വൃദ്ധയായ സ്ത്രീ ഇപ്പോഴും ദേവികയുടെ കൈത്തണ്ടിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഋഷി, ദേവിക പതുക്കെ വിളിച്ചു. ഋഷി വേഗത്തിൽ നടന്ന് അവർക്കരികിലെത്തി. അവൻ ആ വൃദ്ധയുടെ കൈകളിൽ മൃദുവായി തൊട്ടു. അമ്മുമ്മ, കൈവിടൂ, ദേവുവിന് വേദനിക്കുന്നു, അവൻ ബംഗാളിൽ വളരെ ശാന്തമായി പറഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ടതും ആ വൃദ്ധ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അവരുടെ കണ്ണുകൾ ഋഷിയുടെ മുഖത്തേക്ക് നീണ്ടു. ഋഷി, നീ ഇവളെ തിരികെ കൊണ്ടുവന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ അവൾ വരുമെന്ന്. പക്ഷേ നമ്മുടെ പഴയ... അവർ ബാക്കി പറയുന്നതിന് മുൻപ് ഋഷി അവരുടെ കൈകൾ പിടിച്ച് തടഞ്ഞു. മുത്തശ്ശി, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ മുത്തശ്ശി പോയി വിശ്രമിക്കൂ, അവൻ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സ്വരത്തിൽ പറഞ്ഞു. പുറത്തുനിന്ന് ആശയെ അകത്തേക്ക് വിളിച്ച് അവരെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ അവനെ ആംഗ്യം കാണിച്ചു. അവർ മുറിക്ക് പുറത്തേക്ക് പോയതും ദേവിക ഋഷിയുടെ മുന്നിലേക്ക് കയറി നിന്നു. അവളുടെ കണ്ണുകളിൽ ചോദ്യങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്താണ് ഋഷി ഇതെല്ലാം? ആരാണ് ഈ അമ്മുമ്മ? അവർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ടു എന്നോ? എൻ്റെ അച്ഛനും അമ്മയും കേരളത്തിലല്ലേ? ദേവിക, ഒന്ന് നിർത്ത്. ഋഷി പെട്ടെന്ന് ശബ്ദമുയർത്തി. എന്നാൽ അടുത്ത ക്ഷണം അവൻ തൻ്റെ നിയന്ത്രണം വീണ്ടെടുത്തു. അവളുടെ തോളുകളിൽ കൈകൾ വെച്ച് അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവർക്ക് പ്രായത്തിൻ്റെതായ ചില മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. കാണുന്നവരെയൊക്കെ സ്വന്തം കൊച്ചുമക്കളായി തെറ്റിദ്ധരിക്കും. നീ അത് കാര്യമാക്കണ്ട. അവർ തിരികെ വീട്ടിലെത്തുമ്പോൾ രാത്രി വളരെ വൈകിയിരുന്നു. വലിയ തറവാട്ട് വീട് പൂർണ്ണമായും നിശബ്ദതയിലാണ്ടിരുന്നു. സമയം ഒരുപാടായതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരും ദീർഘമായ ഉറക്കത്തിലായിരുന്നു. ഹാളിലെ മങ്ങിയ ലൈറ്റുകൾ മാത്രം ഇരുളിൽ പതിയെ കത്തുന്നുണ്ടായിരുന്നു. ആരുടെയും ഉറക്കം കെടുത്താതിരിക്കാൻ അവർ ശബ്ദമുണ്ടാക്കാതെ പടവുകൾ കയറി നേരെ മുകളിലെ തങ്ങളുടെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തി വാതിലടച്ചതും ദേവിക തളർച്ചയോടെ ബെഡിൻ്റെ അരികിലേക്ക് നടന്നു. ആ യാത്രയും മനസ്സിലെ ചിന്തകളും അവളെ അത്രമേൽ തളർത്തിയിരുന്നു. ഋഷി അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ തോളിൽ പതുക്കെ തട്ടി. അവൻ്റെ സ്വരം ഇപ്പോൾ വളരെ ശാന്തവും സൗമ്യമായിരുന്നു. ദേവു, ഒരുപാട് വൈകി. നീ ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് തല പോയിക്കേണ്ട. വേഗം പോയി ഫ്രഷായി വന്നുറങ്ങാൻ നോക്ക്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. അവൻ പറഞ്ഞത് കേട്ട് ദേവിക ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് നടന്നു. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ സ്വന്തം മുഖത്തേക്ക് തന്നെ നോക്കി. ഞാൻ ദേവിക തന്നെയല്ലേ, അതോ മറ്റാരെങ്കിലും? അവളുടെ ഉള്ളിൽ ആ ചോദ്യം വീണ്ടും മുഴങ്ങി. ദേവിക ഫ്രഷായി തിരികെ മുറിയിലേക്ക് വന്നപ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഋഷി പതുക്കെ അവളുടെ അരികിൽ വന്ന് മുട്ടുകുത്തിയിരുന്നു. അവൻ അവളുടെ തണുത്ത കൈകൾ തൻ്റെ കൈവെള്ളയിലൊതുക്കി. ദേവു, നീ ഒന്നിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട. ഞാൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒന്നിനും നിന്നെ തൊടാൻ കഴിയില്ല. അവൻ്റെ കണ്ണുകൾ തികച്ചും ആത്മാർത്ഥമായ പ്രണയവും സംരക്ഷണ വലയവും ഉണ്ടായിരുന്നു. അവൻ തിരിഞ്ഞു നടക്കാനായതും ദേവിക അവൻ്റെ കൈകളിൽ പിടിച്ചു നിർത്തി. ഇല്ല ഋഷി, നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ആ അമ്മുമ്മ എന്നെ നോക്കിയ നോട്ടം, ആ സ്പർശനം, അതൊരു അപരിചിതരുടേതായിരുന്നില്ല. പിന്നെ കുറച്ചു മുൻപ് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയ സ്ത്രീ ആരാണ്? ഋഷിയുടെ മുഖം പെട്ടെന്നിരണ്ടു. അവൻ്റെ താടിയലുകൾ കർക്കശമായി. അതെൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. ദേവിക, ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എനിക്ക് നല്ലതോ അതോ നിങ്ങൾക്കോ? ദേവികയുടെ ചോദ്യം കാറ്റിൽ ഒരു ചാട്ടുളി പോലെ തറഞ്ഞു കേട്ടു. ഋഷി മറുപടി പറയാതെ മുറിക്ക് പുറത്തേക്ക് നടന്നുപോയി. രാത്രി കൊട്ടാരം പോലുള്ള വലിയ തറവാട് നിശബ്ദതയിലാണ്ടു. ദേവിക്ക് ഒട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വസ്ത്രങ്ങൾ മാറിയെങ്കിലും മനസ്സ് നിറയെ ചോദ്യങ്ങളായിരുന്നു. അവൾ പതുക്കെ മുറിക്ക് പുറത്തിറങ്ങി താഴത്തെ വലിയ ഹാളിലേക്ക് നടന്നു. ഹാളിലെ മങ്ങിയ വെളിച്ചത്തിൽ വലിയൊരു ചുവർ ചിത്രത്തിന് മുന്നിൽ ആരോ നിൽക്കുന്നത് അവൾ കണ്ടു. അത് ഋഷിയായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അവൻ ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ദേവിക പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ നോക്കി നിൽക്കുന്ന ചിത്രത്തിലേക്ക് അവൾ കണ്ണുകൾ പായിച്ചു. തൊട്ടടുത്ത നിമിഷം ദേവിക ഭയം കൊണ്ട് പിന്നോട്ടൊന്ന് മാറി. അവളുടെ കൈകൾ സ്വന്തം ചുണ്ടുകളിൽ അമർന്നു. ആ ഞെട്ടിക്കുന്ന കാഴ്ച ഇതായിരുന്നു. ആ വലിയ ക്യാൻവാസിൽ വരച്ചിരിക്കുന്ന ചിത്രത്തിലെ പെൺകുട്ടിക്ക് ദേവികയുടെ അതേ മുഖമായിരുന്നു, അതേ മൂക്കുത്തി, അതേ കണ്ണുകൾ. പക്ഷേ ആ ചിത്രത്തിന് താഴെ സ്വർണ്ണ ലിപികളിൽ എഴുതിയിരുന്ന പേര് ദേവികയുടേതായിരുന്നില്ല. അവിടെ എഴുതിയിരുന്നത് രോഹിണി. ദേവികയുടെ ശ്വാസം നിലച്ചു. ഋഷി, ഇതാരാണ്? അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഋഷി ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് പതുക്കെ ദേവികയുടെ നേർക്ക് തിരിഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ പ്രണയമായിരുന്നില്ല, മറിച്ച് വന്യമായ ഒരു ഭാവമായിരുന്നു. അവൻ അവളിലേക്ക് അടുത്തു വന്നു. ദേവിക പിന്നോട്ട് നീങ്ങി ചുവരിലിടിച്ചു നിന്നു. അവൻ അവളുടെ ഇരുവശത്തുമായി ചുവരിൽ കൈകൾ കുത്തി അവളെ തടവിലാക്കി. അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് വളരെ അടുത്ത് വന്നു. ഇതാണ് ഞാൻ നിന്നിൽ നിന്ന് മറച്ചുവെച്ച സത്യം ദേവു. അവൻ മന്ത്രിച്ചു. അവൻ്റെ ചൂടുള്ള ശ്വാസം വീണ്ടും അവളുടെ മുഖത്ത് തട്ടി. നീ ആരാണെന്ന് നിനക്കറിയണമല്ലേ? ഈ തറവാടും ആ അമ്മുമ്മയും ഞാനും നിന്റെ ഭൂതകാലവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയണോ?
അവൻ തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് പഴയൊരു വെള്ളി ലോക്കറ്റ് എടുത്തു. അത് ദേവികയുടെ കണ്ണുകൾക്ക് മുന്നിൽ തൂങ്ങിയാടി. ആ ലോക്കറ്റിൽ ചോരയുടെ ചെറിയൊരു കഥ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇതിൻ്റെ രഹസ്യം പുറത്തു വരുമ്പോൾ ഋഷി അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ദേവിക എന്ന ഈ പെൺകുട്ടി ഇല്ലാതാകും. നീ അത് താങ്ങുമോ? പെട്ടെന്ന് തറവാടിൻ്റെ വലിയ വാതിലിൽ ആരോ ശക്തമായി മുട്ടി. ആ അർദ്ധരാത്രിയിലെ ഭയപ്പെടുത്തുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിലിന് പുറത്ത് ഒരു നിഴൽ രൂപം വ്യക്തമായി കാണാമായിരുന്നു. ആ അർദ്ധരാത്രിയിൽ വലിയ തറവാട്ടുവാതിലിൽ ഉണ്ടായ ശക്തമായ മുട്ട് കേട്ട് ദേവികയുടെ ഹൃദയം തൊണ്ടക്കുഴിയിലെത്തി. ഋഷിയുടെ കൈകൾ അവളുടെ അരക്കെട്ടിൽ നിന്നും പതുക്കെ അടർന്നു മാറി. അവൻ്റെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. അത് കൂടുതൽ കർക്കശവും ഗൗരവമുള്ളതുമായി. അവൻ ദേവികയെ തനിക്ക് പിന്നിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വാതിലിന് നേർക്ക് നടന്നു. ഋഷി, വേണ്ട, ഈ സമയത്ത് ആരായിരിക്കും? ദേവിക ഭയത്തോടെ അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. നീ ഇവിടെ തന്നെ നിൽക്ക് ദേവു. ഋഷി അവളുടെ കൈ പതുക്കെ പിടിപ്പിച്ച് മുന്നോട്ട് നടന്നു. അവൻ വലിയ തടിവാതിൽ പതുക്കെ തുറന്നു. പുറത്ത് കട്ട പിടിച്ചിരുട്ടായിരുന്നു. ആ മങ്ങിയ വെളിച്ചത്തിലേക്ക് നടന്നു കയറി ആ രൂപത്തെ കണ്ടതും ഋഷിയുടെ കണ്ണുകൾ ചുരുങ്ങി. അത് മറ്റാരുമായിരുന്നില്ല, ചുണ്ടിൽ ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന, കുറച്ചു മുൻപ് ആശ്രമത്തിൽ വെച്ച് ഋഷിയെ വിളിച്ചുകൊണ്ടുപോയ അതേ സുന്ദരിയായ ബിസിനസ് പാർട്ണർ. അനന്യ, നീ അർദ്ധരാത്രിയിൽ ഇവിടെ? ഋഷിയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. എന്താ ഋഷിജി, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? അനന്യ അകത്തേക്ക് ചുവടുകൾ വെച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ നോട്ടം നേരെ ചെന്ന് നിറച്ചത് ഋഷിയുടെ പിന്നിൽ ഭയന്ന് നിൽക്കുന്ന ദേവികയുടെ മുഖത്താണ്. അനന്യയുടെ കണ്ണുകളിൽ ഒരു നിമിഷം വന്യമായൊരു പക മിന്നിമറഞ്ഞു. പക്ഷേ അവളത് വേഗം ഒരു പുഞ്ചിരിയോടെ മറച്ചു. ഋഷിജി, നമ്മൾ സംസാരിച്ച് നിർത്തിയ ഡീൽ അതിപ്പോൾ തന്നെ ഫൈനലൈസ് ചെയ്യണം. സമയം ഒട്ടും കളയാനില്ല, അനന്യ ഋഷിയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അവരുടെ ഇടയിൽ ആത്മബന്ധം ദേവികയുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കി. അനന്യ, നീ ഗസ്റ്റ് റൂമിലേക്ക് പോകും, ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ, ഋഷി ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. അനന്യ പോകുന്നതിന് മുൻപ് ദേവികയുടെ അരികിലേക്ക് നടന്നു വന്നു. അവൾ ദേവികയുടെ കാതോരം കുനിഞ്ഞു വളരെ താഴ്ന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു. മറ്റൊരാളുടെ സിംഹാസനത്തിലാണ് നീ ഇപ്പോൾ ഇരിക്കുന്നത് ദേവിക. അധികകാലം ആ പദവി നിനക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഓർമ്മകൾ തിരിച്ചു വരാതിരിക്കുന്നതാണ് നിന്റെ ജീവന് നല്ലത്. അത്രയും പറഞ്ഞൊരു പരിഹാസ ചിരിയോടെ അനന്യ മുകളിലത്തെ നിലയിലേക്ക് നടന്നുപോയി. ദേവിക തളർച്ചയോടെ തൊട്ടടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു. അവളുടെ തല കറങ്ങുന്നത് പോലെ തോന്നി. രോഹിണി, അനന്യ, ചോരക്കറള, വെള്ളി ലോക്കറ്റ് എല്ലാം അവളുടെ ചിന്തകളെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഋഷി പതുക്കെ ദേവികയുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അവൻ അവളുടെ വിറയ്ക്കുന്ന കൈകൾ തൻ്റെ കൈവെള്ളയിൽ ഒതുക്കി. ദേവു, നീ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് വിഷമിക്കേണ്ട. ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ ഒന്നിനും നിന്നെ തൊടാൻ കഴിയില്ല. അവൻ്റെ കണ്ണുകളിൽ തികച്ചും ആത്മാർത്ഥമായ പ്രണയവും സംരക്ഷണ വലയം ഉണ്ടായിരുന്നു. എങ്കിൽ എന്നോട് സത്യം പറയൂ ഋഷി, ആരാണ് രോഹിണി? എനിക്ക് അവളുമായി എന്താണ് ബന്ധം? ആ അമ്മൂമ്മ പറഞ്ഞതും അനന്യ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? ദേവിയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ അവൻ്റെ കൈകളിൽ വീണു. ഋഷി പതുക്കെ എഴുന്നേറ്റ് അവളെയും കൈകൾ കോരിയെടുത്തു. അവൾ ഞെട്ടി അവൻ്റെ കഴുത്തിൽ കൈകൾ ചുറ്റി. അവൻ അവളെയും കൊണ്ട് മുകളിലത്തെ കിടപ്പുമുറിയിലേക്ക് നടന്നു. കട്ടിലിൽ അവളെ പതുക്കെ കിടത്തി. അവളുടെ നെറ്റിയിൽ അവൻ ആർദ്രമായ ചുണ്ടുകൾ അമർത്തി. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ അറിവോടെയല്ല, മറിച്ച് സാഹചര്യങ്ങൾ കൊണ്ട് കണ്ടെത്തേണ്ടി വരും ദേവു. ഇപ്പോൾ നീ ഉറങ്ങാൻ നോക്ക്, അവൻ മുറിയിലെ വെളിച്ചം അണച്ചുകൊണ്ട് പറഞ്ഞു. മണിക്കൂറുകൾ കടന്നുപോയി. ദേവിക ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഋഷി പതുക്കെ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. അവൻ മുറിക്ക് പുറത്തേക്കിറങ്ങി. തറവാടിൻ്റെ ഏറ്റവും മുകളത്തെ നിലയിൽ ആരും പ്രവേശിക്കാത്ത രഹസ്യമുറിക്ക് മുന്നിലെത്തി. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു താക്കോലെടുത്ത് ആ പഴയ വാതിൽ തുറന്നു. മുറിക്കുള്ളിൽ മങ്ങിയ ഒരു ചുവപ്പ് വെളിച്ചം മാത്രം. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.